guys, welcome back to my channel. In the last video we discussed about salary, and today we are going to continue with the retirement benefit of salary. The first one in retirement benefit is gratuity. Gratuity ആണ് നമ്മൾ സാലറിയുടെ ചാപ്റ്ററിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാലറി കണ്ടുപിടിക്കുന്നത് എന്നൊരു ബേസിക് ഒരു ഫോർമുലയൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാറ്റുവിറ്റി എന്താണെന്ന് നോക്കാം. Gratuity is a retirement benefit given by the employer to employee as a consideration of past service. പാസ്റ്റ് സർവീസിന് വേണ്ടി എംപ്ലോയർ കൊടുക്കുന്നതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സാലറിയുടെ അസസിക്ക്, അതായത് ആ കിട്ടുന്ന ആൾക്ക് സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ആൻ അസസി അതർ ദാൻ എംപ്ലോയി ഷാൾ നോട്ട് ബി എലിജിബിൾ ഫോർ എക്സംഷൻ. അതായത് എംപ്ലോയിക്ക് മാത്രമേ, കിട്ടുന്ന ഒരു എംപ്ലോയിക്ക് മാത്രമേ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വേറെ ആർക്കും, എംപ്ലോയി അല്ലാതെ വേറെ ഏജൻസിനൊന്നും പറ്റില്ലെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, LIC ഓഫ് ഇന്ത്യയിലെ ഏജൻസിന് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഏജൻസിന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഏജൻസ് ആർ നോട്ട് എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഗ്രാറ്റുവിറ്റിയുടെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കേസ് എ, കേസ് ബി, കേസ് സി എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നമുക്കൊരു ചാർട്ട് എന്ന രൂപത്തിൽ തന്നിരിക്കുന്നത്. നമുക്കിപ്പം താഴെ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഡ്യൂറിങ് കണ്ടിന്യൂഷൻ ഓഫ് സർവീസ്. ഗ്രാറ്റുവിറ്റി കിട്ടിയത് സർവീസിൽ ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ് ബൈ ഗവൺമെൻറ് എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയിക്ക് സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷമാണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നതെങ്കിൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ് ബൈ നോൺ ഗവൺമെൻറ് ഇൻക്ലൂഡിംഗ് ഫോറിൻ ഗവൺമെൻറ് എംപ്ലോയി കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഇത് ഗവൺമെൻറ് എംപ്ലോയിയുടെയാണ്. അടുത്തത് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ് നോൺ ഗവൺമെൻറ് എംപ്ലോയിയുടെയാണ് അടുത്തത് പറയുന്നത്. നോൺ ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയുന്നത് ഫോറിൻ ഗവൺമെൻറ് എംപ്ലോയീസും അതിനകത്ത് ഉൾപ്പെടും. കവേർഡ് അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കവേർഡ് ചെയ്യുന്നതാണ് കേസ് സിയിൽ പറയുന്നത്. കേസ് ഡി ഉണ്ട്. കേസ് ഡിയിൽ പറയുന്നത് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് തന്നെയാണ്. ഇവിടെ നോട്ട് കവേർഡ് അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ് പറയുന്നത്. ഇതിൽ ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നില്ല. എന്നാൽ കേസ് സിയിൽ ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് എന്താണെന്ന് ഓരോന്നും നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഡ്യൂറിങ് കണ്ടിന്യൂഷൻ ഓഫ് സർവീസ്. കണ്ടിന്യൂവേഷൻ ഓഫ് സർവീസിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും ഫുള്ളി ടാക്സിബിൾ ആയിരിക്കും കണ്ടിന്യൂവേഷൻ ഓഫ് സർവീസിൽ. അടുത്ത കേസ് ബിയിൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് ടെർമിനേഷൻ ഓഫ് സർവീസ് അല്ലെങ്കിൽ ഡെത്ത് ടൈമിലാണ് കിട്ടുന്നതെങ്കിലും ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ, അതായത് ഗവൺമെൻറ് എംപ്ലോയിക്ക് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡെത്ത് ആ ടൈമിലാണോ കിട്ടുന്നതെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആയിരിക്കും ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസസിൽ. ഓക്കെ, കേസ് ബി പ്രകാരം. കേസ് സിയിൽ നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് ആണ് കിട്ടുന്നതെങ്കിൽ അയാൾ ടെർമിനേറ്റ് ചെയ്ത്, അതായത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നോൺ ഗവൺമെൻറ് എംപ്ലോയിക്കാണ് കിട്ടുന്നത്. ബട്ട് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണെങ്കിൽ അവിടെ കുറച്ച് കണ്ടീഷനുണ്ട്. നോൺ ഗവൺമെൻറ് എംപ്ലോയിക്ക് അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന മിനിമം ഓഫ് ദ ഫോളോയിങ് ആയിരിക്കും. ഈ ഫോളോയിങ്ങിൽ, ഈ തന്നിരിക്കുന്ന 3 എണ്ണത്തിൽ മിനിമം ഓഫ് ദ ഫോളോയിങ് ആയിരിക്കും. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, എത്രയാണോ കിട്ടിയത് അത്. അടുത്തത് ₹20 lakh. 15 working days salary for every completed year of service. That is, arithmetically ചെയ്യുന്നത് 15/26 into completed year of service into salary per month. അതാണ് തന്നിരിക്കുന്നത്. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആണോ, അതോ 20 lakh ആണോ, അതോ ഈ അരിത്തമെറ്റിക്കലായിട്ട് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണോ, വിച്ച് എവർ ഈസ് ലോവർ വി ക്യാൻ ഡിഡക്ട് ഫ്രം ദ ഗ്രാറ്റുവിറ്റി എമൗണ്ട് റിസീവ്ഡ്. എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയതിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണോ ഏറ്റവും മിനിമം അത് കുറയ്ക്കാൻ സാധിക്കും. 15/26 എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസത്തെ 30 ഡേ ആയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. 30 ഡേയിൽ നമുക്ക് ഒരു 4 സൺഡേസ് ഉണ്ടായിരിക്കും. ആ 4 സൺഡേസ് മാറ്റിയിട്ടാണ് 26 എന്ന്
നമ്മൾ എടുത്തിരിക്കുന്നത് 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു സാലറി പെർ മന്ത്. സാലറി പെർ മന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ എമൗണ്ട് എത്രയാണെന്ന് കിട്ടും. അടുത്തത് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുമ്പം ചിലവർക്ക് ഫുള്ളി ഇപ്പം 36 ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ 30 ഇയർ ആയിരിക്കും, 28 ഇയർ ആയിരിക്കും. ബട്ട് ചിലവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. ചിലർക്ക് എല്ലാവർക്കും കറക്റ്റ് ഒരു റൗണ്ട് ഫിഗർ വരണമെന്നില്ല. 29 ഇയറും 7 മന്തും, 29 ഇയറും 5 മന്ത്, 2 മന്ത്, അങ്ങനെയൊക്കെ ഒരു ഇത് വരാം. സോ നമുക്ക് ഈ ഒരു കേസസിൽ റൗണ്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻക്ലൂഡ് എനി ഫ്രാക്ഷൻ ഇൻ എക്സസ് ഓഫ് 6 മന്ത്. 6 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളതിനെ ഒന്നായിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് 7 ഇയർ 9 മന്ത് ആണെങ്കിൽ ഇതിപ്പോൾ 6ൽ കൂടുതലായതുകൊണ്ട് മന്ത് നമ്മൾ 8 ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, നമ്മളതൊരു ഇയർ ആയിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യുകയാണ്. 8 ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അടുത്തത് 7 ഇയർ 5 മന്ത് ആണ്. അപ്പോൾ 6ൽ കൂടുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ 7 ഇയർ ആയിട്ട് എടുക്കത്തുള്ളൂ. ഈ ഫ്രാക്ഷനെ നമ്മൾ ഒഴിവാക്കും. ഓക്കെ, അടുത്തത് 7 ഇയറും 6 മന്തും ആണെങ്കിൽ 7 തന്നെയാണ് എടുക്കുന്നത്. കാരണം 6ൽ കൂടിയാൽ മാത്രമേ നമ്മൾ അത് ഒന്നായിട്ട് ട്രീറ്റ് ഒരു ഇയർ ആയിട്ട് എടുക്കുന്നുള്ളൂ. അതാണ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സാലറി പെർ മന്ത് എന്ന്. ഒരു എംപ്ലോയി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അയാൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളതിപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ തന്നെ സാലറി ഡെഫിനിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ഗ്രാറ്റുവിറ്റി, ആനുവിറ്റി, ലീവ് എൻകാഷ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാലറി പെർ മന്തിൽ എടുക്കേണ്ടത് അയാൾക്ക് കിട്ടുന്ന ബേസിക് സാലറി പ്ലസ് DA, ലാസ്റ്റ് ഡോൺ. അയാളത് റിട്ടയർ ചെയ്യുന്ന സമയത്തോ അയാൾക്ക് ലാസ്റ്റ് കിട്ടിയ എമൗണ്ട് എത്രയാണോ ആ ബേസിക് സാലറിയും DAയും, ഡിയർനെസ് അലവൻസ് ആണ് DA എന്ന് പറയുന്നത്, ആ DAയുമാണ് എടുക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ഗ്രാറ്റുവിറ്റി ആക്റ്റിൽ കവർ ചെയ്തിട്ടുള്ള നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ എഴുതേണ്ടത്. അടുത്തത് പറയുന്നത് ഇൻ കേസ് ഓഫ് ആൻ എംപ്ലോയി ഓഫ് എ സീസണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു സീസണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ എംപ്ലോയി എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഗ്രാറ്റുവിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 15 ഡേയ്സ് അല്ല ഇവിടെ എടുക്കുന്നത്, 7 ആണ്. 7/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു സാലറി പെർ മന്ത്, അത് തന്നെ നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അതാണ് നമ്മൾ ഈ കേസ് സിയിൽ നോക്കുന്നത്. നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അശോക്, ആൻ എംപ്ലോയി ഓഫ് ABC Limited, റിസീവ് 2,05,000 as gratuity under payment of gratuity act. ഇയാൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഗ്രാറ്റുവിറ്റി ആക്റ്റിൽ. അയാൾക്ക് കിട്ടിയത് ഗ്രാറ്റുവിറ്റി 2,05,000 ആണ്. ഹി റിട്ടയേഴ്സ് ഓൺ 10th September 2019 ആഫ്റ്റർ റെൻഡറിങ് സർവീസ് ഫോർ 35 ഇയർ ആൻഡ് 7 മന്ത്. 6 മന്തിൽ കൂടുതലായിട്ട് നമ്മൾ ഇതിനെ ഒരു ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ 36 ഇയർ. ലാസ്റ്റ് ഡ്രോൺ സാലറി ₹2,700 പെർ മന്തും തന്നിട്ടുണ്ട്. നമുക്കിവിടെ DA ഒന്നും തന്നിട്ടില്ല. ഗ്രാറ്റുവിറ്റി ടാക്സ് ചെയ്യുന്ന എത്രയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 2,05,000. പിന്നെ കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു മിനിമം ഓഫ് ദി ഫോളോയിങ്, അതായത് നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ദാറ്റ് ഈസ് 2,05,000. സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് ആയിട്ടുള്ളൊരു 20 lakh തന്നു. പിന്നെ നമുക്ക് ഇക്വേഷൻ ആയിരുന്നു തന്നത്, ദാറ്റ് ഈസ് 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു സാലറി പെർ മന്ത്. അപ്പോൾ 15/26 നമ്മൾ എഴുതി. നമുക്ക് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എത്രയാണ്? 36 ഇയർ ആണ്. സാലറി പെർ മന്തിന് ഇവിടെ നമുക്ക് ബേസിക് സാലറി മാത്രമേ ഉള്ളൂ, DA ഇല്ല. സോ 2,700 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. 15/26 ഇൻറ്റു 36 into 2,700, that is 56,077. 0.99 നമ്മൾ റൗണ്ട് ചെയ്ത് 77 ആയിട്ട് എടുത്തു. 56,077 കിട്ടി. നമ്മളത് എഴുതിയപ്പോൾ വിച്ച് ഈസ് ലോവർ, ദാറ്റ് ഈസ് ഈ മൂന്നാമതാണ് ലോവർ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മളപ്പോൾ ഇത് 2,05,000 നിന്ന് കുറച്ച് നമുക്ക് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി അവിടെ കിട്ടി. ഓക്കെ, അപ്പം എങ്ങനെയാണ് കവർ ചെയ്യുകയാണെങ്കിൽ വരുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കണ്ടു. അടുത്തത് നമ്മൾ കേസ് ഡിയിലോട്ട് പോവുകയാണ്. കേസ് ഡിയിൽ പറഞ്ഞത് നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കാര്യം തന്നെയാണ്, ബട്ട് നോട്ട് കവേർഡ് അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. കവർ ചെയ്യുന്നില്ല. അവരുടെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കേസ് സിയിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല കേസ് ഡിക്ക്. ഇവിടെയും നമ്മൾ അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്
20 lakh സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നത്, നമ്മൾ അവിടെ 15/26 ആയിരുന്നു എടുത്തത്, ഇവിടെ ഹാഫ് ആണ്. 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത്. അതായത് 10 months ആവറേജ് സാലറി ആണ് ഈ ആവറേജ് സാലറി പെർ മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് സാലറി എന്ന് പറയുമ്പോൾ എന്തിൻ്റെയെങ്കിലും ഒരു ആവറേജ് ആയിരിക്കും. ദാറ്റ് ഈസ് 10 months സാലറി. നമുക്കതിവിടെ താഴെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ കേസ് സിയെ അപേക്ഷിച്ച് നമുക്ക് ഇവിടെയുള്ള വ്യത്യാസം കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിലും ചെറിയ വ്യത്യാസമുണ്ട്. ആവറേജ് സാലറി പെർ മന്ത് ഉണ്ട്. നേരത്തെ നമുക്ക് സാലറി പെർ മന്ത് മാത്രമേ ഉള്ളായിരുന്നു ലാസ്റ്റ് എടുത്തത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫ്രാക്ഷൻ ഒന്നും എടുക്കേണ്ട എന്നാണ്. നമ്മളവിടെ 6 months കൂടുതലുള്ളത് ഒരു ഇയർ ആയിട്ട് ട്രീറ്റ് ചെയ്തെങ്കിൽ ഇവിടെ 7 year 9 months തന്നാലും നമുക്ക് 7 ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോ ഫ്രാക്ഷൻ ഹാവ് ടു ബി കൺസിഡേർഡ്. അടുത്തത് ആവറേജ് സാലറി എന്ന് പറയുന്നത്, അപ്പുറത്ത് നമുക്ക് കേസ് സിയിൽ നമുക്ക് ബേസിക് പ്ലസ് DA മാത്രമേ ഉള്ളായിരുന്നു എങ്കിൽ DA നമുക്ക് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഫോമിംഗ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നോ നോട്ട് ഫോമിംഗ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്നോ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് DA എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് DA, നമുക്കിവിടെ ഒരു ഇതുണ്ട്, അതിവിടെ പറയുന്നുണ്ട്, ഇഫ് DA ഈസ് നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഷാൾ നോട്ട് ബി ഇൻക്ലൂഡ്. അതായത് DA റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കേസ് ഡിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഗ്രാറ്റുവിറ്റി ആക്ടിൽ കവർ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് DA എടുക്കണമെങ്കിൽ DA റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ ഉണ്ടായിരിക്കണം, കവറായിട്ടുണ്ടായിരിക്കണം. പ്ലസ് കമ്മീഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു. 2 തരത്തിൽ കമ്മീഷൻ വരും. പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവറും പ്രോഫിറ്റിൻ്റെ ആയിട്ടും കാണിക്കും. നമ്മളിവിടെ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാലറി എന്ന് പറയുന്നത് ബീയിങ് ലാസ്റ്റ് 10 months ആവറേജ് സാലറിയാണ്. അതായത് നമുക്ക് റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള 10 months എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സാലറി. അപ്പം ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇഫ് ആൻ എംപ്ലോയി റിട്ടയർ ഓൺ 18/11/2018, അത് എഡിഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും, 2019 ആയിരിക്കും ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ, 18/11/2018. then 10 months average salary shall be a period starting from January 2018 ending October. അതായത് നവംബറിലാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 10 months ആവറേജ് സാലറി ആണല്ലോ എടുക്കേണ്ടത്. നവംബറിന് മുന്നേ ഉള്ള 10 മാസത്തെയാണ് എടുക്കേണ്ടത്. അതായത് ഒക്ടോബർ വരെ എത്തണം. അപ്പോൾ അതിന് മുന്നേ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെ എത്തുമ്പോൾ 10 months ആവും. അപ്പം നവംബർ കൺസിഡർ ചെയ്യേണ്ട, ഒക്ടോബർ വരെ നമ്മൾ എടുത്താൽ മതി. ജനുവരി തൊട്ട് ഒക്ടോബർ വരെ 10 months, അത്രയും മാസത്തെ സാലറി എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണണം. അതാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് കേസ് ഡിയിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. ഇക്വേഷൻസിൽ ചെറിയ വ്യത്യാസമുണ്ട്. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിൽ നമുക്ക് ഫ്രാക്ഷൻ എടുക്കത്തില്ല. ആവറേജ് സാലറി എന്ന് പറയുന്നത് 10 months ആണ് എടുക്കുന്നത്. റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള 10 months വേണം എടുക്കാൻ. സോ നമുക്ക് അടുത്തത് ഇല്ലുസ്ട്രേഷൻ 3 നോക്കാം. മിസ്റ്റർ ഓൾഡ്മാൻ റിട്ടയർഡ് ഫ്രം ഹിസ് ജോബ് ആഫ്റ്റർ 29 years and 6 months and 15 days ഓഫ് സർവീസ്. ഇവിടെ പറയുന്നത് 29 years 6 months 15 days ആണ്. അപ്പം കേസ് സി ആണോ ഡി ആണോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം റൗണ്ട് ചെയ്യാൻ. ഓൺ 17/12/2019 ആണ്. ആൻഡ് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി എമൗണ്ടിങ് 4 lakh. സാലറി എന്ന് പറയുന്നത് 6,000 per month ആണ്. നമുക്കിവിടെ DA ഉണ്ട് 1,200. HRA തന്നിട്ടുണ്ട്. നമുക്ക് HRA ഇവിടെ എടുക്കണമെന്നൊന്നും നമുക്ക് ഈ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പറഞ്ഞിട്ടില്ല. കമ്മീഷൻ ഓൺ ടേൺ ഓവർ 1%, കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. ഇപ്പോൾ 2 കമ്മീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഹി ഗോട്ട് ആൻ ഇൻക്രിമെൻറ്റ് ഓൺ 1/4/2018 ഓഫ് 1,000 per month ഇൻ ബേസിക്. ഇയറിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങളത് ഇയർ ടെക്സ്റ്റിലുള്ളത് പോലെ നോക്കുക. ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ദ അസസി 1 lakh. ഈ ടേൺ ഓവർ തന്നിരിക്കുന്നത് നമുക്ക് ഈ കമ്മീഷൻ്റെ പെർസെൻറ്റേജ് കാണാനാണ്. കാൽക്കുലേറ്റ് ഹിസ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഹീഫ് ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി. നോൺ ഗവൺമെൻറ് എംപ്ലോയി അത് തന്നെയായിരിക്കും തരുന്നത്. നോൺ ഗവൺമെൻറ് എംപ്ലോയി കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ട്, നോൺ ഗവൺമെൻറ് എംപ്ലോയി നോട്ട് കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അയാൾ റിട്ടയർ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾ പറഞ്ഞു ഈസ് നോട്ട് ടാക്സബിൾ, എക്സംപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. മീൻസ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യമേ തന്നെ ആൻസറിൽ തന്നിട്ടുണ്ട് ഗവൺമെൻറ് എംപ്ലോയി ടാക്സബിൾ എമൗണ്ട് നീൽ ആസ് പെർ സെക്ഷൻ 1010 നമുക്ക് തന്നിട്ടുണ്ട്.
അടുത്തത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് കവേർഡ് ബൈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആണ്. ഗ്രാറ്റുവിറ്റി ആക്ടിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന്. നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. മിനിമം ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയായിരുന്നു. ദാറ്റ് ഈസ് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ് 20 lakh and 15/26 into completed year of service into salary per month. അപ്പോൾ നമുക്കിവിടെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് 4 lakh ഉണ്ട്. ദെൻ 20 lakh സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് ആണ്. പിന്നെ നമ്മളിവിടെ കേസ് സി ആണ്, അതായത് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിത് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 29 years 6 months and 15 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 months കൂടിയിട്ടുണ്ട്. നമുക്ക് 30 years എന്ന് തന്നെ കേസ് സിയുടെ, അതായത് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ടിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഗ്രാറ്റുവിറ്റി ആക്ച്വലി കിട്ടിയത് 4 lakh കേസ് ബി പ്രകാരം നമ്മൾ എഴുതിയിട്ടുണ്ട്. കേസ് എ നമ്മൾ പറഞ്ഞു ടാക്സബിൾ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സംപ്റ്റഡ് ആണ്, നില്ലാണത്. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 4 lakh. മിനിമം ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പ്രകാരം. ആക്ച്വലി കിട്ടിയത് നമ്മൾ എഴുതി, സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് 20 lakh എഴുതി. ഇനി നമ്മൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ ദാറ്റ് ഈസ് 15/26 ഇൻറ്റു 30 year ആയിരുന്നു, ഇൻറ്റു നമ്മളോട് സാലറി പെർ മന്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. സാലറി പെർ മന്ത് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സാലറിയും ഡി എം ആയിരുന്നു തന്നിരുന്നത്. ബേസിക് സാലറി നമുക്ക് 6000 പെർ മന്ത് ഉണ്ട്, ഡി എ 1200 പെർ മന്ത് ആണ്. ഇവിടെ ഒരു ഇൻക്രിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏപ്രിലായിരുന്നു 1000 വെച്ച് കൂടിയത്, അതായത് നേരത്തെ അയാളുടെ സാലറി 5000 ആയിരുന്നു, ഏപ്രിൽ വെച്ച് 1000 വെച്ച് കൂടിയാണ് 6000 ആയിരിക്കുന്നത്. റിട്ടയർ ചെയ്തിരിക്കുന്ന ഡിസംബറിലാണ്. സോ നമുക്കിവിടെ ഇൻക്രിമെൻറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല. നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡ്രോൺ ചെയ്ത സാലറി എടുത്താൽ മതി, അതിന് മുന്നേ ഉള്ള കുറവൊന്നും നോക്കേണ്ട കാര്യമില്ല. സോ 6000 + 1200 ദാറ്റ് ഈസ് 7200 ആണ് നമ്മളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ കൂടെ നമ്മൾ 7200 കൂടെ ചെയ്യും, ദാറ്റ് ഈസ് 1,24,650. അതാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്കിതിൽ ഏതാ ഏറ്റവും കുറവെന്ന് നോക്കണം. എന്തായാലും 1,24,650 തന്നെയാണ് കുറവ്. സോ 4 lakhൽ നിന്ന് കുറച്ചു, നമുക്ക് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കിട്ടി. കേസ് സിയിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, ദാറ്റ് ഈസ് നമുക്ക് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, ആവറേജ് സാലറിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് കേസ് സി എന്താണെന്ന് നോക്കാം. സാധാരണ പോലെ തന്നെ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് എഴുതി, മിനിമം ഓഫ് ദ ഫോളോയിങ് നമ്മൾ അവിടെ എഴുതിയതുപോലെ തന്നെ 4 lakh 20 lakh എഴുതി. പിന്നെ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് നമുക്ക് 1/2 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു സാലറി പെർ മന്ത്. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എടുക്കുമ്പോൾ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. സാലറി പെർ മന്ത് എന്ന് പറയുമ്പം 10 months ആവറേജ് സാലറിയാണ് ചോദിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് നമുക്കിവിടെ 29 years 6 months എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഫ്രാക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ 29 year എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 1/2 ഇൻറ്റു 29 ഇൻറ്റു ചെയ്തു. സോ നമ്മൾ 1/2 ഇൻറ്റു 29 ഇൻറ്റു ആവറേജ് സാലറി പെർ മന്ത് അല്ലേ വേണ്ടത്. ആവറേജ് സാലറി എന്ന് പറയുന്നത് റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള 10 months സാലറിയാണ് വേണ്ടത്. ഇയാൾ റിട്ടയർ ചെയ്തത് ഡിസംബറിലാണ്, അപ്പം നവംബർ വരെ എത്തുമ്പോൾ 10 months ആവണം. അപ്പോൾ ഏത് മാസം തൊട്ടാണ് നമ്മൾ എണ്ണി തുടങ്ങേണ്ടത് നോക്കണം. ഫെബ്രുവരി തൊട്ട് നവംബർ വരെ എടുക്കുകയാണെങ്കിൽ 10 months ആവും. ദാറ്റ് ഈസ് ഫെബ്രുവരി എന്ന് പറയുന്നത് 1, 2, 2018 to നവംബർ എന്ന് പറയുമ്പോൾ 30, 11, 2018. ഓക്കെ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, നമുക്ക് 10 months ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയൊരു വ്യത്യാസമുള്ളത് നമുക്കിവിടെ ഇൻക്രിമെൻ്റ് ഓഫ് സാലറി വരുന്നുണ്ട് എന്നാണ്.
അതായത് ഏപ്രിൽ തൊട്ടാണ് 1000 വരുന്നത്, 1000 ഇൻക്രീസ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഫെബ്രുവരിയിലും മാർച്ചിലും 5000 ആയിരുന്നു നമ്മുടെ സാലറി. ഏപ്രിൽ തൊട്ടാണ് 6000 ആയിട്ട് കൂടിയത്. ഡി എക്ക് മാറ്റമൊന്നും ഉണ്ടെന്ന് പറയുന്നില്ല. സോ നമുക്കതൊരു ടേബിൾ പോലെ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഫെബ്രുവരി തൊട്ട് നവംബർ വരെയാണ് 10 months എന്ന് എടുക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലും മാർച്ചിലും 5000 നമ്മൾ എടുക്കുന്നുള്ളൂ. ഏപ്രിൽ തൊട്ട് 1000 വെച്ച് കൂടുന്നുണ്ട്. സോ 6000 മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലും എടുക്കുന്നുണ്ട്. ഡി എക്ക് ചേഞ്ച് ഒന്നുമില്ല. സോ 1200 10 months നമ്മൾ സെയിം ആയിട്ട് എടുക്കുന്നു. കമ്മീഷൻ നമ്മൾ എടുക്കും, ദാറ്റ് ഈസ് 1% തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1% ഓഫ് 1 lakh നമ്മൾ എടുത്തു, ദാറ്റ് ഈസ് 1000. ഓക്കെ, എന്നിട്ട് നമ്മൾ 10 months സാലറി എന്ന് പറയുന്നത് ബേസിക്കും ഡി എയും കമ്മീഷൻ വന്നു. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കണം. 10 months ആവറേജ് സാലറിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ബേസിക് എല്ലാം കൂട്ടി ഡി എ എല്ലാം ടോട്ടൽ ചെയ്തു, കമ്മീഷൻ്റെയും ടോട്ടൽ എടുത്തു, ടോട്ടൽ 80,000. എന്നിട്ട് നമ്മൾ 10 monthsലെ സാലറി ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ 80,000 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 8,000. അതായിരിക്കും നമ്മൾ ഇവിടെ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 29 ഇൻറ്റു 8,000. അപ്പം 8,000 ഇൻറ്റു 29 ഡിവൈഡ് ബൈ 2. മിനിമം എടുക്കുക. ലോവർ ഓഫ് ദ ഫോളോയിങ്, ദാറ്റ് ഈസ് 1,16,000 കിട്ടി. 4 lakhൽ നിന്ന് 1,60,000 കുറച്ചു. നമുക്ക് കേസ് സിയുടെ ഗ്രാറ്റുവിറ്റി, ടാക്സബിൾ ഗ്രാറ്റുവിറ്റിയും കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ കണ്ടുപിടിച്ച നോട്ട്സ് എല്ലാം ഇവിടെ എഴുതണം. വർക്കിംഗ് ഫോർ കേസ് ബി എന്നും പറഞ്ഞ് ഇവിടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ബിയിൽ നമ്മൾ 30 year ആണ് എടുത്തത്. സാലറി നമ്മൾ ബേസിക്കും ഡി എയും മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു കേസ് ബിയിൽ. കേസ് സിയിൽ നമ്മൾ 29 year ആണ് എടുത്തത്, പിന്നെ ബേസിക് എടുത്തു. ഡി എ നമുക്കിവിടെ ഫോമിംഗ് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാതെ തരികയാണെങ്കിൽ നമ്മളത് പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് തന്നെ എടുക്കും. അതുകൊണ്ടാണ് ഇവിടെ ഡി എ എടുത്തത്. പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ എടുത്തു ഫോർ ബീങ് ലാസ്റ്റ് 10 months. 10 monthsൽ എടുത്ത് നമ്മൾ 80,000 ഡിവൈഡ് ചെയ്ത് 10 ചെയ്തു, ദാറ്റ് ഈസ് 8,000 കിട്ടി. അപ്പോൾ നമ്മൾ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്റ്റും നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്റ്റും കിട്ടി. സോ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആഫ്റ്റർ ഡെത്ത് ഓഫ് എംപ്ലോയി. അതായത് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് ഡെത്തിന് ശേഷമാണ്, എംപ്ലോയി മരിച്ചു കഴിഞ്ഞിട്ടാണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് ഒരു ലീഗൽ ഹയറിനാണ് കയ്യിൽ കിട്ടുന്നതെങ്കിൽ, മരിച്ചുപോയ എംപ്ലോയിയുടെ ഏതെങ്കിലും ലീഗൽ ഹയർ ആയിരിക്കും, അയാളുടെ സ്പൗസ് ആകാൻ വന്ന് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ ഹയർ ആയിരിക്കാം വാങ്ങിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാക്സബിലിറ്റി വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ലംസം പേയ്മെൻറ്റ് മെയ്ഡ് gratuitously to widow or legal hire of employee who dies while in service by way of compensation or otherwise is not taxable under the head salary. സാലറിയുടെ ഹെഡിൽ ടാക്സബിൾ അല്ലെന്നാണ് പറയുന്നത് ലീഗൽ ഹയറിന് കൊടുക്കുന്നത്. ഓക്കെ, അതുമാത്രം നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ മതി. പിന്നെ ഇവിടെ പറയുന്നത് അൺയൂട്ടിലൈസ്ഡ് ഡെപ്പോസിറ്റ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ ഡെപ്പോസിറ്റ്. ഓക്കെ, നമ്മൾ നോക്കേണ്ട, നമുക്കിപ്പം ഇതിനകത്ത് നോക്കേണ്ടത് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആഫ്റ്റർ ഡെത്ത് ഓഫ് എംപ്ലോയി ആണ്. അടുത്തത് ലീവ് സാലറി പെയ്ഡ് ടു ലീഗൽ ഹയർ ഓഫ് ഡിസീസ്ഡ് എംപ്ലോയി ഈസ് നോട്ട് ടാക്സബിൾ ആസ് സാലറി. ലീവ് സാലറി പെയ്ഡ് ചെയ്തത് സാലറി ടാക്സേബിൾ ആവുന്നില്ലെന്ന് പറയുന്നു ലീഗൽ ഹയറിന് കൊടുക്കുകയാണെങ്കിൽ. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈസ് നോട്ട് ലയബിൾ ഫോർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ ഇൻകം ദാറ്റ് ഹാസ് നോട്ട് അക്രൂഡ് ടു ദ ഡിസീസ്ഡ് ടിൽ ഹിസ് ഡെത്ത്. ഓക്കെ, അപ്പോൾ ലീഗൽ ഹയറിന് കിട്ടുന്നത് ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത് എംപ്ലോയി മരിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കേസ് ഇയിൽ നമുക്ക് അതുമാത്രം മനസ്സിലാക്കിയാൽ മതി, ലീഗൽ ഹയറിന് കിട്ടുന്നത് ടാക്സബിൾ അല്ല എന്ന്. എന്താണ് ഇല്ലുസ്ട്രേഷൻ 4 പറയുന്നത് നമുക്ക് നോക്കാം. മിസ്റ്റർ എക്സ് ഈസ് വർക്കിംഗ് വിത്ത് ABC Limited സിൻസ് ലാസ്റ്റ് 30 year 9 month. ഹർ സാലറി സ്ട്രക്ചർ ഈസ് ആസ് അണ്ടർ. 30 year 9 months എന്ന് പറയുന്നുണ്ട്. ബേസിക് സാലറി ഉണ്ട്, ഡി എ ഉണ്ട്. 15/12 ഷി ഡൈഡ്, മരിച്ചു. സ്റ്റേറ്റ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ഇൻ ഫോളോയിങ് കേസസ്. 15/12 മരിച്ചത്.
അപ്പം കേസ് 1-ൽ പറയുന്നത് മിസ്സിസ് എക്സ് റിട്ടയർ ചെയ്തത് 10/12/2018 ഗ്രാറ്റുവിറ്റി 4 lakh റിസീവ്ഡ് ബൈ ഹർ ഹസ്ബൻഡ് ദ ലീഗൽ ഹയർ ഓൺ 18/12/2018 അതായത് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഗ്രാറ്റുവിറ്റി കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ മരിച്ചു എന്ന് പറയുന്നില്ല, കൈപ്പറ്റിയിരിക്കുന്നത് ലീഗൽ ഹയർ ആണെന്നാണ് പറയുന്നത്. അത് ഗ്രാറ്റുവിറ്റി കിട്ടിയിരിക്കുന്നത് ലീഗൽ ഹയർ ആണ് 18/12. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ ഹസ്ബൻഡ് ഓഫ് മിസ്സിസ് എക്സ് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി 18/12 വാങ്ങി, ഹസ്ബൻഡ് വാങ്ങി, ഫാളിങ് ഡ്യൂ ആഫ്റ്റർ ഡെത്തിന് ശേഷം വാങ്ങി എന്നെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പറയുന്നില്ല കേസ് 1-ൽ. സോ എങ്ങനെയാണെന്ന് നോക്കാം. കേസ് 1-ൽ ഇവിടെ ഡെത്തായി എന്ന് പറയുന്നില്ല. സോ ടോട്ടൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 4 lakh. അപ്പോൾ നമുക്കിവിടെ എടുത്ത് പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കേസ് 1-ൽ ചെയ്യേണ്ടതായിട്ട് വരും. എംപ്ലോയി മരിച്ചിട്ടില്ലെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ ടാക്സബിൾ ആയിരിക്കും എംപ്ലോയിക്ക്. സോ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മിനിമം ഓഫ് ദ ഫോളോയിങ് എഴുതുക. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി 4 lakh. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മിസ്സിസ് എക്സ് ഈസ് കവേർഡ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. സോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ഇവിടെ 30 year 9 month ആണ്. കവർ ചെയ്ത് റൗണ്ട് ചെയ്ത് നമുക്ക് 31 year എന്നെടുക്കാം. സോ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി എഴുതി. പിന്നെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് ആണ് എഴുതാനുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ട് എന്ന് പറയുന്നത് 20 lakh ആണ്. 20 lakh എഴുതി. അടുത്ത നമുക്ക് ഇക്വേഷൻ ഉണ്ടായിരുന്നു 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു സാലറി പെർ മന്ത്. 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുന്നത് 31 ആണ്. പിന്നെ നമുക്കിവിടെ എടുക്കേണ്ടത് സാലറിയും ഡി എയുമാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ സാലറിയും ഡി എയും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. സാലറി എന്ന് പറയുന്നത് 5,000 എന്നും ഡി എ എന്ന് പറയുന്നത് 3,000 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ എഴുതിയാൽ മതി. കാരണം കേസ് 1-ൽ ലീഗൽ ഹയർ വാങ്ങിച്ചു എന്ന് പറയുന്നുള്ളൂ. ഇവിടെ മിസ്സിസ് എക്സിന് ഡെത്ത് സംഭവിച്ചു എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് കേസ് 1-ൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗ്രാറ്റുവിറ്റി ടാക്സിബിളായി വന്നത്. ഓക്കെ, കേസ് 2-ൽ നമ്മളോട് എടുത്തു പറയുന്നുണ്ട് ഡെത്ത് സംഭവിച്ചു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ ടാക്സിബിലിറ്റി വരുന്നില്ല. എന്താണ് നമുക്ക് ആൻസർ തന്നിരിക്കുന്നത് നോക്കാം. ആൻസർ തന്നിരിക്കുന്നത് കേസ് 2-ൽ സിൻസ് ഗ്രാറ്റുവിറ്റി ഫാൾസ് ഡ്യൂ ആഫ്റ്റർ ഡെത്ത് ഓഫ് മിസ്സിസ് എക്സ് ഹെൻസ് ദ സെയിം എമൗണ്ട് ടാക്സിബിൾ ആവുന്നില്ല. മിസ്സിസ് എക്സിൻ്റെ ഗ്രാറ്റുവിറ്റി ലീഗൽ ഹയറിന് ടാക്സിബിൾ ആവുന്നില്ല. ഓക്കെ, ഗ്രാറ്റുവിറ്റി ഈസ് നോട്ട് ടാക്സിബിൾ ഈവൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്സിസ് എക്സ്. ടാക്സിബിൾ ആവുന്നില്ല. അപ്പോൾ നമ്മൾ കേസ് 1-ൽ സാധാരണ പോലെ ലോവർ ഓഫ് ദ ഫോളോയിങ് എഴുതി കുറച്ച് നമ്മൾ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലീഗൽ ഹയർ കിട്ടുന്നത് ഡെത്തിന് ശേഷമാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എങ്കിൽ സാധാരണ പോലെ തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ അതാണ് ഗ്രാറ്റുവിറ്റിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഗ്രാറ്റുവിറ്റിയിൽ നമ്മൾ 4 സിറ്റുവേഷൻസ് ആണ് നോക്കിയത്. കേസ് ഇയും കൂടെ ചേർത്ത് നമുക്ക് 5 സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ കേസ് എയിൽ പറഞ്ഞിരുന്നത് കണ്ടിന്യൂവേഷൻ ഓഫ് സർവീസിലാണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. കേസ് ബിയിൽ പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയിക്ക് റിട്ടയർമെൻറ്റിന് ശേഷമാണ് കിട്ടുന്നതെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആയിരിക്കും വരുന്നത്. നോൺ ഗവൺമെൻറ് എംപ്ലോയി വരുമ്പോൾ വീണ്ടും അവിടെ ഒരു ഡിവൈഡ് ചെയ്യുന്നു 2ആയിട്ട്. കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്റ്റും നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്റ്റും. കവേർഡ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ മാത്രമേ അവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. നോട്ട് കവേർഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹാഫ് ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഇൻറ്റു ആവറേജ് സാലറി. ഓക്കെ, അടുത്ത കേസ് ഇയിൽ നമ്മൾ ഡെത്തിന് ശേഷമാണ് കിട്ടുന്നതെങ്കിൽ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു. സോ ഇതാണ് ഗ്രാറ്റുവിറ്റിയിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെൽ ഐക്കൺ. സോ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.